LSGS, SI, കേരള ബാങ്ക് ഇതിൻ്റെയൊക്കെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി പഠിച്ചു തുടങ്ങിയാൽ പോലും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഭയങ്കര വാസ്റ്റാണ്. ഏറ്റവും അധികം ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു വിഷയം കൂടിയാണ് വേൾഡ് ഹിസ്റ്ററി. സോ ആ ഒരു വിഷയം നമ്മൾ ഹോട്ട് ടോപ്പിക്സ് വെച്ച് പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാം. കാര്യം ബിക്കോസ് എല്ലാവർക്കും ബോറടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് വേൾഡ് ഹിസ്റ്ററി. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ നമുക്ക് പറ്റുന്നൊരു വിഷയം കൂടെയാണ്. അത് എങ്ങനെ പഠിക്കണം, ഏത് ടോപ്പിക്സ് പഠിക്കണം എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം. എഗെയിൻ ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ സ്റ്റഡി നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക, ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക, ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകളും PDF നോട്ട്സും ഒക്കെ യൂസ് ചെയ്യുക. കമ്മ്യൂണിറ്റിയുടെ പാർട്ടാവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് കേട്ടോ. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനുദി ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും മതി, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റും. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ലോക ചരിത്രം. ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ഈ കാര്യത്തിൽ നിങ്ങൾ മറന്നേക്കുക. ബിക്കോസ് പ്രിലിംസിന്, ഡിഗ്രി ലെവൽ എക്സാംസിന് സിലബസിന് പുറത്തു നിന്നും PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. സോ സിലബസ് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഒരു 6-7 ടോപ്പിക്സ് മാത്രമേ വരുന്നുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ ഇത് ഫിനിഷ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. ബിക്കോസ് 10 മാർക്കാണ് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിനുള്ളത്. അപ്പോൾ അവിടെ വേൾഡ് ഹിസ്റ്ററി വളരെ വലിയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് കേട്ടോ. നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഗ്ലോറിയസ് റെവല്യൂഷൻ, അല്ലേ? ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവം. ഇന്നത്തെ ഇന്ത്യ ഇങ്ങനെയായതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാലും ആ വിപ്ലവമാണ്. ബിക്കോസ് ഗ്ലോറിയസ് റെവല്യൂഷന് ശേഷമാണ് ബ്രിട്ടനിൽ പാർലമെൻ്ററി ഡെമോക്രസി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എസ്റ്റാബ്ലിഷ് ആവുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ വലിയൊരു ഇവൻ്റാണത്. ഇതാണ് പിന്നീടുള്ള ലോകത്തിലെ വിപ്ലവങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇവൻ്റാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. അതിൻ്റെ മഹത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു രക്തരഹിത വിപ്ലവമായിരുന്നു. രാജാവിനെ വലിയ വയലൻസ് ഒന്നും ഇല്ലാതെയാണ് പുറത്താക്കിയിട്ട് പുതിയ രാജാവ് വരുന്നത്, അല്ലേ? സോ ഗ്ലോറിയസ് റെവല്യൂഷൻ മര്യാദയ്ക്ക് പഠിക്കാം. ഇതിൻ്റെ അവസാനം ഇതിൻ്റെ ബുക്ക് ലിസ്റ്റ് എവിടെ നിന്ന് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അമേരിക്കൻ റെവല്യൂഷൻ. ഇത് കണക്റ്റഡാണ്. കാര്യം ഗ്ലോറിയസ് റെവല്യൂഷന് ശേഷം ബ്രിട്ടൻ ഒരു പാർലമെൻ്ററി ഭരണത്തിലേക്ക് പോന്നു. ഇതേ ബ്രിട്ടൻ, ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യുന്ന ഇതേ ബ്രിട്ടനാണ് അമേരിക്കയെ ഒരു കോളനി ആയിട്ട് അടക്കി വാഴ്ത്തത്. ഇത് കണ്ടപ്പോൾ അമേരിക്കൻസിന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ഡെമോക്രസി കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ അടിമകളാക്കി ഭരിക്കുന്നു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഡെമോക്രസി തരുന്നില്ല എന്ന് അമേരിക്കൻ സിറ്റിസൺസ്, അന്ന് അമേരിക്കയിലെ 13 കോളനികളുള്ള ആൾക്കാരെ ചോദിക്കുകയാണ്. ഇതാണ് അമേരിക്കൻ റെവല്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഭയങ്കര കണക്റ്റഡാണ്. അപ്പം അടുത്തൊരു ഹോട്ട് ടോപ്പിക് ഫ്രഞ്ച് റെവല്യൂഷനാണ്. ഈ അമേരിക്കൻ റെവല്യൂഷൻ്റെ സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും ശത്രുക്കളാണ്. 7 ഇയർ വാറിൻ്റെ ചരിത്രമുണ്ട്, അല്ലേ? സോ അമേരിക്കൻ വിപ്ലവത്തിൽ അമേരിക്കൻ വിപ്ലവകാരികളെ ഫ്രഞ്ച് രാജാവ് സഹായിക്കുന്നുണ്ട്. ലൂയി ദി 16th ഒക്കെ സഹായിക്കുന്നുണ്ട്. എന്തിനാ? ബ്രിട്ടനെ പണിയെടുക്കാൻ വേണ്ടി. അപ്പം ഇതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാരണങ്ങളിലൊന്ന്. ബിക്കോസ് ഫ്രാൻസിലെ പട്ടാളത്തിനെ ഉപയോഗിച്ചാണ് അമേരിക്കൻ റെവല്യൂഷൻ രാജാവ് നടത്തുന്നത്. ഈ റെവല്യൂഷൻ്റെ ഭാഗമായി അമേരിക്കയിൽ ജനാധിപത്യം വരുന്നു. ബിക്കോസ് ഫ്രഞ്ച് ജനത അത് നോക്കി കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പട്ടാളത്തെ ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് ഡെമോക്രസി നേടിക്കൊടുത്തു, പക്ഷെ നമുക്കിപ്പോഴും ഫ്രാൻസിൽ രാജഭരണമാണ്. ഇത് നീതിയല്ല. നമുക്ക് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, അല്ലേ, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഈ മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് ഫ്രാൻസിലെ ജനത തെരുവിലിറങ്ങുക. ബർബൺ ഡൈനാസ്റ്റി, ഫ്രാൻസിലെ രാജാവിനെ ഉന്മൂലനം ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഫ്രഞ്ച് റെവല്യൂഷനും അമേരിക്കൻ റെവല്യൂഷനും ഗ്ലോറിയസ് റെവല്യൂഷനുമായിട്ടുള്ള ബന്ധം. ഇതിൻ്റെ ഒക്കെ ഉദ്ഭവം, ആ ഒരു സ്പാർക്ക്, ഇൻ്റലക്ച്വൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഗ്ലോറിയസ് റെവല്യൂഷൻ തന്നെയാണ്. അങ്ങനെ ഗ്ലോറിയസ് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, അതിനുശേഷം അമേരിക്കൻ റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ, അതിനുശേഷം ഫ്രഞ്ച് റെവല്യൂഷൻ. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട് PSCയുടെ. മദർ ഓഫ് ഓൾ റെവല്യൂഷൻ, വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന ആരെയാ? അത് ഫ്രഞ്ച് റെവല്യൂഷനാണ് കേട്ടോ. കാര്യം അതിന് മുമ്പ് 2 റെവല്യൂഷൻ നടന്നിട്ട് പോലും ഫ്രഞ്ച് റെവല്യൂഷനെയാണ് മദർ ഓഫ് ഓൾ റെവല്യൂഷൻ എന്ന് നമ്മൾ ഇപ്പോഴും കണക്കാക്കുന്നത്. ബിക്കോസ് ആദ്യത്തെ ഒരു ട്രൂ റെവല്യൂഷൻ ഫ്രഞ്ച് റെവല്യൂഷൻ ആയിരുന്നു. ബിക്കോസ് നമ്മുടെ സിലബസിൽ ഫുൾ റെവല്യൂഷൻസിൻ്റെ കഥയാണുള്ളത്. റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമുടി മാറ്റം, സമഗ്രമായ മാറ്റം. അത് ഫ്രഞ്ച് റെവല്യൂഷനിലാണ് നമ്മൾ അത്തരത്തിൽ സമൂഹത്തിലും സയൻസിലും സാഹിത്യത്തിലും
പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിലും എല്ലായിടത്തും സമൂലമായൊരു മാറ്റം കാണുന്നത് ഫ്രഞ്ച് റവല്യൂഷനിലാണ്. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള LSTS അല്ലെങ്കിൽ SI റിവിഷൻ ബാച്ചിൽ ഈ ടോപ്പിക്സ് എല്ലാം സമഗ്രമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഒരു ഷോർട്ട് കട്ടിൽ കൂടെ പഠിക്കണമെങ്കിൽ ബാച്ചിലേക്ക് വരാം. വളരെ അഫോർഡബിൾ ഫീസിൽ എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന ബാച്ചാണിത്. കമൻറ്റ് സെക്ഷനിൽ കൊടുത്ത് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സോട് സംസാരിക്കാൻ, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുള്ള സമയം നിങ്ങൾക്ക് ഇനിയേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് വെച്ച് റിവിഷൻ നടത്തുക. അതല്ല, നിങ്ങളിപ്പോൾ പഠിച്ച് തുടങ്ങുന്നില്ലെങ്കിൽ ഈ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചിട്ട് പോവുക. നമ്മളിതുപോലെ എല്ലാ സബ്ജക്റ്റിനെയും ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനായി. അടുത്ത പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്, 4ാമത്തെ ടോപ്പിക്കാണ് നമ്മുടെ റഷ്യൻ റവല്യൂഷൻ. ഇപ്പോൾ റഷ്യൻ റവല്യൂഷൻ അതെങ്ങനെ ശരിയാവും? അതും ഗ്ലോറിയസ് റവല്യൂഷനായിട്ടുള്ള ബന്ധം എന്താ? ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം ബ്രിട്ടനിൽ വ്യവസായ വിപ്ലവം നടക്കുന്നുണ്ട്. അവിടെ ക്യാപിറ്റലിസം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനെതിരായിട്ട് ബ്രിട്ടനിൽ തന്നെ സോഷ്യലിസ്റ്റിക് ഐഡിയോളജീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂറോപ്പിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. നമുക്കറിയാം, കാറൽ മാർക്സ് ആണെങ്കിലും ജർമ്മൻകാരനാണ്, റഷ്യൻകാരനല്ല. അതുകൊണ്ട് തന്നെ ഈ വിപ്ലവങ്ങളൊക്കെ ആ രാജ്യത്ത് എടുത്തിട്ടുള്ള മാറ്റങ്ങൾ റഷ്യയിലെ ജനത ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്തെ രാജാവാണ് നമ്മുടെ നാശത്തിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. ബിക്കോസ് സാസ് ചക്രവർത്തി അല്ലെങ്കിൽ ബർബൻ ഡൈനാസ്റ്റിയുടെ നെറുകെട്ട ഭരണത്തിൽ പൊറുതിമുട്ടിയ റഷ്യൻ ജനത ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെയും അമേരിക്കൻ റവല്യൂഷൻ്റെയും ഗ്ലോറിയസ് റവല്യൂഷൻ്റെയും ഒക്കെ ചരിത്രം കാണുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് വ്ളാദിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ കാറൽ മാർക്സിൻ്റെ എംഗൽസിനെ ഫിലോസഫീസിനെ മുറുകെ പിടിച്ചുകൊണ്ട് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. കാര്യം ഈ കൂട്ടത്തിൽ ഏറ്റവും പോയിന്റ്സ് കുറവ് പഠിക്കാനുള്ളത് റഷ്യൻ റവല്യൂഷനിലാണ്. പെട്ടെന്ന് പഠിച്ചു തീർക്കാനും പറ്റും. അപ്പോൾ ഇവിടെ റഷ്യൻ റവല്യൂഷന് സമാന്തരമായിട്ട് നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഇവൻ്റ് ഉണ്ട്. ലോകചരിത്രത്തിലെ ഏറ്റവും ദ ഗ്ലോബൽ വാർ അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാനായി ആരംഭിച്ച യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണെന്നുള്ള ചോദ്യം ഉണ്ടല്ലേ. അത് 1ാം ലോക മഹായുദ്ധമാണ്. ഇത് റഷ്യൻ വിപ്ലവത്തിന് സമാന്തരമായി ലോകത്ത് നടക്കുന്നൊരു ഇവൻ്റാണ്. ഇവിടെയായിരുന്നു നമുക്ക് മുൻകാല വർഷ ചോദ്യങ്ങളിലൊക്കെ വരുന്നിട്ടുള്ളത്. റഷ്യ ഏത് ഉടമ്പടി അല്ലെങ്കിൽ ഏത് ട്രീറ്റിയുടെ ബേസിസിലാണ് 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. അത് ട്രീറ്റി ഓഫ് ബ്രെസ്റ്റ് ലിറ്റോവ്സ്ക് ആണ്. കഴിഞ്ഞ KAS-നും ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ ഈ ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഹോട്ടസ്റ്റ് ഓഫ് ദ ഹോട്ട് ടോപ്പിക്കാണത്. സോ റഷ്യൻ റവല്യൂഷനും ബാക്കിയുള്ള വിപ്ലവങ്ങളുമായിട്ടുള്ള ബന്ധം അതാണ്. അപ്പം നമ്മുടെ സിലബസിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഇത് എടുത്ത് പറയുന്നില്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും സെക്കൻഡ് വേൾഡ് വാറിൽ നിന്നും നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ സിലബസിൽ ഇല്ലാന്ന് തന്നെ ഇതൊന്നും പഠിക്കാതിരിക്കല്ലേ. ബിക്കോസ് നമ്മുടെ അടുത്ത ഹോട്ടസ്റ്റ് ഓഫ് ദ ഹോട്ട് ടോപ്പിക്കാണ് ഫസ്റ്റ് വേൾഡ് വാർ, 1ാം ലോക മഹായുദ്ധം. ഇവിടെ ബിസ്മാർക്കിൻ്റെയും ചാൾസ് ചക്രവർത്തിമാരുടെയും കുറേ ചരിത്രം പഠിക്കാനുണ്ട്. പക്ഷെ അത് KAS-ലേക്ക് വരുമ്പോഴാണ് കൂടുതലുള്ളത്. റീട്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസിന് സെക്ഷൻ വരുന്നുണ്ട്. ഡിഗ്രി ലെവലിന് ആ ഒരു സിലബസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നേരെ 1ാം ലോക മഹായുദ്ധം പഠിച്ച് തുടങ്ങുക. കാരണം നമുക്കിനി അതിനുള്ള സമയമേ ഉള്ളൂ. 1ാം ലോക മഹായുദ്ധം എൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന വേഴ്സായ് ട്രീറ്റിയിലാണല്ലേ. ഈ ട്രീറ്റിയിൽ തോറ്റുപോയ ജർമ്മനിയെ അവർ നിർത്തി അങ്ങ് അപമാനിക്കുന്നുണ്ട്. മറ്റേ സിനിമയിൽ പറയുന്നത് നിർത്തി അങ്ങ് അപമാനിക്കുക. അങ്ങനെ ജർമ്മനിയുടെ മനസ്സിൽ അതിന് വൈരാഗ്യത്തിൻ്റെ വിത്തുകളിടുകയാണ്. ഇതാണ് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണം. ബിക്കോസ് ഹിറ്റ്ലർ ആ ഒരു നാസിസം പോലെയുള്ള ഫിലോസഫീസ് ജർമ്മനിയിൽ ഇൻജെക്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ, ജർമ്മൻ ജനത അവർ ഭയങ്കര നിരാശരായിരുന്നു. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ നേരിട്ട ആ ഒരു ഇൻസൾട്ട്, അപമാനത്തിൽ അവർ വളരെ നിരാശരായിരുന്നു. അതുകൊണ്ടാണ് ഹിറ്റ്ലറെ പോലെ ഒരു നെറുകെട്ട ഭരണാധികാരിക്ക് ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. ബിക്കോസ് നമ്മളാണെങ്കിൽ മനുഷ്യന്മാർ ഏറ്റവും മോശപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അവൻ നിരാശനായിരിക്കുമ്പോഴാണ്. ജർമ്മൻ ജനത നിരാശരായിരുന്നു. അത് മുതലെടുത്തുകൊണ്ട് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ടോക്സിക് ലീഡർ ജർമ്മനിയിൽ വേരുറപ്പിക്കുകയാണ്. അതാണ് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 1ാം ലോക മഹായുദ്ധത്തിനും 2ാം ലോക മഹായുദ്ധത്തിനും ഇടയ്ക്കുള്ളൊരു പീരീഡ് ഉണ്ട്, ഇൻ്റർ വാർ പീരീഡ് എന്ന് പറയും. ഇവിടെ നിന്ന് പണ്ടുകാലത്ത് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സമയമുള്ളവർ ആ ഇൻ്റർ വാർ പീരീഡും പഠിക്കാം. ഓക്കെ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടും ന്യൂ ഡീൽ പോലെയുള്ള കോൺസെപ്റ്റുകളൊക്കെ നമുക്കവിടെ വളരെ പ്രാധാന്യം അർഹിച്ച് പഠിക്കാനുണ്ട്. പഠിച്ചിട്ടില്ലാത്തൊരു ഇത് തന്നെ പഠിച്ചു. പക്ഷേ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ സമഗ്രമായിട്ട് ക്ലാസ്സിൽ എടുക്കാൻ പോവുകയാണ്. റൈറ്റ്. സോ റഷ്യൻ റവല്യൂഷൻ കഴിഞ്ഞു, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ. അടുത്ത കാലത്ത് നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ചൈനീസ് റവല്യൂഷനിൽ നിന്നാണ്.
ബിക്കോസ് റഷ്യൻ റവല്യൂഷനോട് കൂടി രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തിനും അതും കൂടെ കഴിയുമ്പോഴത്തേക്കും ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ റൊമാൻറ്റിക് ഫിലോസഫി സ്പ്രെഡ് ചെയ്യുകയാണ്. റഷ്യയിൽ അത് വരുന്നു, ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ 15 രാഷ്ട്രങ്ങളുടെ USSR കെട്ടിപ്പടുക്കുന്നു. ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും സെൻട്രൽ ഏഷ്യയിലേക്ക് പിന്നെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. ഇത് ചൈനയിലെത്തുന്നുണ്ട്. ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആശയം ചൈനയിലെത്തുന്നുണ്ട്. മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPC എന്ന് പറയും. ഇവരാണ് ചൈനീസ് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ. സോ റഷ്യൻ റവല്യൂഷനും ലോകമഹായുദ്ധങ്ങളും ഒക്കെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്നത്. ബിക്കോസ് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് സമാന്തരമായിട്ടാണെങ്കിൽ ചൈനീസ് വിപ്ലവം നടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് സമാന്തരമായിട്ടാണ്. രണ്ടും ഇങ്ങനെ പാരലലി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ചൈനീസ് റവല്യൂഷൻ ഹാപ്പൻഡ് ദ സെയിം പീരീഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ അത് മനസ്സിലിരിക്കുക. അങ്ങനെ ചൈനീസ് വിപ്ലവം നടക്കുന്നു. കാര്യം ഇത് കറണ്ട് അഫെയർസിൽ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെക്ഷനാണ്. എന്തുകൊണ്ടാണ്? ചൈനീസ് റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ നാഷണലിസ്റ്റ് ഗവൺമെൻറ്, ഭരണത്തിലുള്ള ഗവൺമെൻറ് മാവോ സേതുങ്ങിനെ പേടിച്ച് ഓടി രക്ഷപ്പെട്ടു പോയി താമസിക്കുന്ന സ്ഥലമാണ് തായ്വാൻ. അപ്പോൾ തായ്വാൻ ചൈനയുടെ ഭാഗമാണോ അല്ലയോ എന്നൊക്കെ ഡിസ്കഷൻസ് വരുന്നുണ്ട്. തായ്വാൻ ചൈനയുടെ ഭാഗമാണ്. വൺ ചൈന പോളിസി ഇതുമായി റിലേറ്റഡാണ്. ചൈനയുമായി ആർക്കെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ സ്ഥാപിക്കണമെങ്കിൽ തായ്വാനുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യണം. ബിക്കോസ് തായ്വാൻ ചൈനയുടെ എസെൻഷ്യൽ കമ്പോണൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഹോങ്കോങ് എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടൻ ചൈനയ്ക്ക് വിട്ടുകൊടുക്കുന്നത്. ഹോങ്കോങ്ങും ചൈനയുടെ ഭാഗമാണ്. അവിടെ നമ്മൾ പറയുന്ന കോൺസെപ്റ്റാണ് വൺ കൺട്രി ടു സിസ്റ്റം. ബിക്കോസ് ചൈന കമ്മ്യൂണിസ്റ്റ് ചൈനയാണെങ്കിൽ ഹോങ്കോങ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു രാജ്യത്തിന് 2 സിസ്റ്റം. സോ വൺ ചൈന പോളിസി എന്തുമായി ബന്ധപ്പെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്വാനുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ളതാണ്. വൺ കൺട്രി ടു സിസ്റ്റം പോളിസി അത് ചൈനയും ഹോങ്കോങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതൊക്കെ കറണ്ട് അഫെയറിലുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നാൻസി പെലോസി ഹോങ്കോങ് വിസിറ്റ് ചെയ്തത്. ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നത്. സോ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ കറണ്ട് അഫെയർസ് ന്യൂസ് പേപ്പേഴ്സ് വരികയാണെങ്കിൽ അത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഉന്നത നിലവാരത്തിൽ വേണം പഠിക്കാൻ. പണ്ടത്തെ പോലെ റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചിട്ട് പോയി എക്സാം എഴുതുക, അല്ലെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റാങ്ക് ഫയൽ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന കാലം കഴിഞ്ഞു. ഇപ്പം PSC നോക്കുന്നത് അത്യാവശ്യം ആഴത്തിൽ പഠിക്കാൻ കപ്പാസിറ്റിയുള്ള അനലിറ്റിക്കലായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരെയാണ്. ഫാക്റ്റ് കാണാപ്പാഠം പഠിക്കുന്നതിൽ എളുപ്പമാണ് ഈ പണി. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഫാക്റ്റ് കാണാപ്പാഠം പഠിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ കഥയറിഞ്ഞ് അനലിറ്റിക്കലായിട്ട് കോണ്ടെക്സ്റ്റ് വെച്ച് പഠിക്കുകയെന്നുണ്ടെങ്കിൽ മിനിമം റിവിഷൻ മതി. ഇതൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചൈനീസ് റവല്യൂഷനായി. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് യുണൈറ്റഡ് നേഷൻസും അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഓർഗനൈസേഷൻസുമാണ്. ഇതൊക്കെ പഠിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പഠിച്ചാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എഗെയിൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക്, ഞാനാണ് നമ്മുടെ ബാച്ചസിൽ വേൾഡ് ഹിസ്റ്ററി എടുക്കുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട്സാണ് വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി. ഇത് രണ്ടും ലിങ്ക് ചെയ്ത് പഠിക്കണം. ഉദാഹരണത്തിന് രണ്ടാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനമുള്ള ഈ പറഞ്ഞ ട്രീറ്റി ഓഫ് വേഴ്സായ് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് സംഭവിച്ചത് ഈ ട്രീറ്റി ഓഫ് സെവറേ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ലോകചരിത്രത്തിലുള്ളതാണ്. ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് നിങ്ങൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ മറക്കില്ല. ഇപ്പം നിങ്ങൾ ഇനി ചെയ്യുന്ന പരിപാടി കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങും. അത് ഞാൻ നിങ്ങൾ ഗ്രൂപ്പ് പ്രിൻ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്ക് വെച്ച് PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡൗൺലോഡ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഉഴപ്പരുത്. ഈ വീണ് കിട്ടിയ അവസരം നിങ്ങൾ പാഴാക്കരുത്. ഇതുപോലെ ബാക്കി സബ്ജക്റ്റുകളുടെ ഹോട്ട് ടോപ്പിക്സ് വേണമെങ്കിൽ നിങ്ങൾക്കതും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്.